5 മാസം മുമ്പ് സൈക്കിളിടിച്ച് മരിച്ച പാപ്പച്ചൻ്റേത് ഒരു കൊലപാതകമായി മാറി. BSNL ഡിവിഷണൽ മാനേജരായി റിട്ടയർ ചെയ്ത പാപ്പച്ചന് ഏകദേശം 80 വയസ്സ് പ്രായമുണ്ട്. സ്ഥിരം സൈക്കിളിലാണ് ചെറുപ്പം മുതലേ പോകുന്നത്. ഇപ്പോഴും സൈക്കിളിലാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് ലഭിച്ച പണമെല്ലാം കൂടെ കൊല്ലത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഇട്ടു. കൂടുതൽ പലിശ പ്രതീക്ഷിച്ച് 76 ലക്ഷം രൂപ ഇട്ടു. അദ്ദേഹത്തിന് എല്ലാ മാസവും പലിശ കിട്ടും. ബാങ്ക് ജീവനക്കാരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അവിടുത്തെ മാനേജർ സരിത, മറ്റ് ജീവനക്കാർ. പാപ്പച്ചൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. കാരണം നല്ല സംഖ്യ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പാപ്പച്ചൻ്റെ കുടുംബവുമായിട്ട് അല്പം അകന്നു കഴിയുകയാണ്. അത് ബാങ്കിലെ ആ ജീവനക്കാർക്കൊക്കെ അറിയാം. ആ ഭാര്യയും പാപ്പച്ചൻ്റെ ഭാര്യയും മകളും പാപ്പച്ചനുമായിട്ട് സ്വരച്ചേർച്ചില്ലാതെ കേസ് നടക്കുകയാണ്. എങ്കിലും പാപ്പച്ചന് ഈ പണം തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കുകയും അങ്ങനെ സൈക്കിളിലാണ് സ്ഥിരം യാത്ര. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ പണം മുഴുവൻ ഇങ്ങനെ സ്വരൂപിച്ചിട്ടിരിക്കുന്നത് ബാങ്ക് ജീവനക്കാർക്ക് എല്ലാവർക്കും അറിയാം. വീട്ടുകാർക്കും കുറേയൊക്കെ അറിയാം എന്ന് കരുതുന്നു ഞാൻ. കാരണം ഇപ്പം ഭാര്യയും മകളുമൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളില്ല പാപ്പച്ചന്. ഈ പാപ്പച്ചൻ്റെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ആ പ്രൈവറ്റ് ബാങ്കിലെ മാനേജർ സരിതയ്ക്ക് അറിയാം. സരിത അതിനകത്തുനിന്ന് കുറേ പൈസ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി എടുത്ത് ഉപയോഗിച്ചതായിട്ട് പാപ്പച്ചൻ മനസ്സിലാക്കി. അത് പാപ്പച്ചൻ ചോദ്യം ചെയ്തു. അത് കാരണം ആ ഫൈനാൻസ് കമ്പനിയാണ് അതിന് സമാധാനം പറയേണ്ടത്. എങ്കിൽ തന്നെയും ഒരു മാനേജർ തൻ്റെ ബാങ്കിലുള്ള തൻ്റെ പേരിൽ നിക്ഷേപിച്ച 76 ലക്ഷത്തിനകത്തുനിന്ന് 40 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയപ്പം അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ സരിതയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായ അനൂപുമായിട്ട് ആലോചിച്ച് അതിനകത്ത് ചിലവായ പൈസ ഇപ്പം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ഒരു സന്ദർഭത്തിൽ പാപ്പച്ചന് ഇപ്പം കുടുംബത്തിലെ അംഗങ്ങളും അടുപ്പമില്ല. പാപ്പച്ചൻ മരിച്ചാൽ ആ പൈസ നോമിനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ പാപ്പച്ചൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കിയ ബാങ്കിലെ മാനേജർ സരിത തൻ്റെ സുഹൃത്ത് അനൂപുമായിട്ട് ആലോചിച്ചു. അവർ ഒരു കൊട്ടേഷൻ കൊടുത്തു. പാപ്പച്ചനെ കൊല്ലാനായിട്ടൊരു കൊട്ടേഷൻ കൊടുത്തു. അത് 2 ലക്ഷം രൂപ മതി എന്നാദ്യം പറഞ്ഞെങ്കിലും അത് 18 ലക്ഷം രൂപ വരെ ഇപ്പം കൊട്ടേഷൻ എടുത്തവർ ചോദിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. 15 ലക്ഷം രൂപ കൊടുത്തെന്നും പറയുന്നുണ്ട്, 18 ലക്ഷം രൂപ കൊടുത്തെന്നും പറയുന്നു. എന്തായാലും സൈക്കിളിൽ പോയ പാപ്പച്ചനെ പിന്നാലെ വന്ന കാറ് പാപ്പച്ചൻ്റെ പുറത്തോട്ട് കയറി നിരങ്ങി ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ കാറ് നിർത്തുക പോലും ചെയ്തില്ല. അത് CCTV ദൃശ്യത്തിൽ നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് അത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോഡിലെ സൈഡിൽ ഒതുങ്ങിപ്പോകൊണ്ടിരുന്ന ആളുടെ പുറത്തുകൂടെ ഒരു കാർ ഓടിച്ചു വന്ന് കയറി. കാറ് അവിടെ നിർത്താതെ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാം. കാറിൻ്റെ അടിയിൽ ഒരാൾ വീഴുന്നതും അതിൻ്റെ പുറത്ത് കാറ് കയറുന്നതൊക്കെ കാണാം. ഇതൊരു ആക്സിഡൻ്റ് ആണ് എന്ന് കരുതി 4-5 മാസം അന്വേഷണം അങ്ങനെ പോയി. ഈ കാറ് വാടകയ്ക്കെടുത്താന്ന് പോലീസ് കണ്ടെത്തും. ഓടിച്ചയാൾ അവിടുത്തെ ഒരു ഗുണ്ടയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. അപ്പോൾ അയാളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു കൊട്ടേഷനാണ് എന്ന് ഈസ്റ്റ് പോലീസിന് മനസ്സിലായി. ഇതുവരെ ഇതൊരു അപകട മരണമാണ് എന്നാണ് കരുതിയിരുന്നത്. സരിത കരുതിയത്, അല്ലെങ്കിൽ സരിതയുടെ സുഹൃത്ത് അനൂപും കരുതിയത്, അവകാശികളാരും ഈ പണത്തിന് വരില്ല, ആ പണം തങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്തതായിട്ട് രേഖപ്പെടുത്തി എടുക്കാം എന്നാണ് കരുതിയത്. അതിലേക്ക് ചെറിയ അറ്റംപ്റ്റ് നടത്തുകയും ചെയ്തു. ആ പാപ്പച്ചൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയതായിട്ടും അത് ഒരു രേഖയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പാപ്പച്ചൻ്റെ അക്കൗണ്ടിൽ ആ പണം ചെന്നതായിട്ട് കണ്ടിട്ടില്ല എന്ന് പാപ്പച്ചൻ്റെ ഭാര്യയും മകളും പറയുന്നു. അവർക്ക് സംശയമായി. അനുമോൻ എന്ന ഒരു ആൾക്കാണ് കൊട്ടേഷൻ കൊടുത്തത്. അനുമോനെ കാറ് വാടകയ്ക്കെടുത്തിട്ടാണ് കൊല്ലാനും വന്നത്. ആശ്രമം മൈതാനത്ത് തൊട്ടടുത്ത് ഇടവഴിയിൽ വെച്ചാണ്
ഈ അപകടം ഉണ്ടാകുന്നത്. സ്ഥിരമായി സൈക്കിൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു പാപ്പച്ചനെന്ന് അനുമോനെ പറഞ്ഞു മനസ്സിലാക്കി സരിതയും അനൂപും ആളെ കാണിച്ചു കൊടുത്തു. അയാൾക്ക് 15 ലക്ഷം രൂപ വരെ അയാൾക്ക് കിട്ടിയെന്നാണ് അറിയുന്നത്. ബാക്കി പൈസ ഇവരെടുത്തോന്നറിയില്ല. 76 ലക്ഷം രൂപയും അടിച്ചെടുക്കാമെന്നാണ് സരിതയുടെ സുഹൃത്ത് അനൂപും കരുതിയത്. ഈ പ്രൈവറ്റ് ബാങ്ക് മുത്തൂറ്റ് ഫൈനാൻസ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ഇട്ട പണമാണ് ഇപ്പം അടിച്ചെടുക്കാൻ അവിടുത്തെ മാനേജരുടെ സഹായി അനൂപും ഒരു മറ്റൊരു ബ്രാഞ്ചിലെ മാനേജരും കൂടെ ചേർന്ന് ഇതുപോലെയുള്ള കള്ളക്കളികൾ കേരളത്തിൽ പല സ്ഥലത്തും നടക്കുന്നത് നമുക്കറിയാം. അപകടം ഉണ്ടാകുന്നതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. മനഃപൂർവ്വം ഇതുപോലെ ഇടിച്ച് ഒരാളെ കൊല്ലുന്നതിന് തീർച്ചയായിട്ടും ഇതുപോലൊരു മാനദണ്ഡമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും കൊല്ലം ഈസ്റ്റ് പോലീസിനെ അഭിനന്ദിക്കുന്നു. അവർ 4-5 മാസം എടുത്തു ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായ വഴിക്ക് കൊണ്ടുവരാൻ. കാരണം ഇപ്പോൾ അതൊരു കൊലപാതകമായി. സരിതയെ അറസ്റ്റ് ചെയ്തു, അനൂപിനെ അറസ്റ്റ് ചെയ്തു, അത് കൊട്ടേഷൻ കൊടുത്ത ആളെയും അറസ്റ്റ് ചെയ്തു, 3 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഏതായാലും നല്ലൊരു ഡിറ്റക്ഷനാണ് കേരള പോലീസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എല്ലാ അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു.